സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് 2 പേരുടെ കൂടെയാണ് ഞാൻ യാത്ര പോയത്. ആ സമയത്ത് എനിക്കിതുപോലെ ലൂസ് മോഷനായി. അപ്പോൾ ഞാൻ ഓടിപ്പോകുന്ന പാറേൻ്റെ ബാക്കിലാണ്. എൻ്റെ കൂടെ വന്ന വ്യക്തികൾ തന്നെ എനിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ പോയിരുന്നു. ഫോട്ടോസ് ഉണ്ട്. മലയാളികളാണ്. എടുക്കും. എനിക്ക് അവിടെ ചെന്നപ്പോൾ മിലിറ്ററീസൊക്കെ എനിക്ക് എണീറ്റ് നിന്ന് സല്യൂട്ട് തന്നു. മുള്ളാൻ വേണ്ടിയിട്ട് എനിക്കൊരു പെട്രോൾ പമ്പ് അവിടെ ഇല്ല. ഒരിടത്ത് ഇരിക്കാൻ 89 കിലോമീറ്റർ ഞാൻ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്. 2007 മുതൽ 2012 വരെ ഞാനിനി കേൾക്കാത്ത അനാവശ്യങ്ങളിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഞാൻ 2 വീലർ ഗിയറുള്ള വണ്ടി ഓടിച്ചു. ചമ്പലിലൂടെ പോയി. അപ്പോൾ അവർ നോക്കിയപ്പം ബുള്ളറ്റ്, പിന്നെ ഫുൾ റൈഡിങ് ഗിയർ, ഹെൽമെറ്റ്, ഇതൊക്കെ കണ്ടപ്പോൾ പോലീസാന്ന് ചോദിച്ചിട്ടാ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. ഫസ്റ്റ് ഡേ ഡൽഹിയിൽ നിന്ന് ഞാൻ ഝാൻസി, സെക്കൻഡ് ഡേ ഝാൻസിയിൽ നിന്ന് നാഗ്പൂർ, തേർഡ് ഡേ നാഗ്പൂരിൽ നിന്ന് ഹൈദരാബാദ്, ഫോർത്ത് ഡേ ബാംഗ്ലൂർ, ഫിഫ്ത്ത് ഡേ ട്രിവാൻഡ്രം. നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കുക മുമ്പിൽ ആക്സിഡൻ്റ് ഉണ്ട്. അനവധി വ്യക്തിഗത പുരസ്കാരങ്ങൾ നേടിയ ദീർഘദൂര മോട്ടോർ സൈക്കിളിസ്റ്റ് ഷൈനി രാജ്കുമാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി ഷൈനി രാജ്കുമാർ. നമസ്കാരം. ഷൈനി ഒരു ദീർഘദൂര മോട്ടോർ സൈക്കിളിസ്റ്റാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താണ്ടിയ ദൂരവും അല്ലെങ്കിൽ ഏറ്റവും ഒരു അംഗീകാരമായി മാറിയത് ആദി കൈലാസത്തിൽ പോയതാണ്. എനിക്ക് തോന്നുന്നു ആദി കൈലാസത്തിൽ ഈ രീതിയിൽ ബൈക്ക് ഓടിച്ച് പോയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് അല്ലേ? ആ യാത്ര എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആക്ച്വലി ആദി കൈലാസിൽ പോകാനായിട്ടുള്ള റൈഡൊന്നും അല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. മോട്ടോർ സൈക്കിൾ ടൂറർ അസോസിയേഷൻ്റെ ഒരു റൈഡ് ആന്ധ്രാപ്രദേശ് വരെ ഉണ്ടായിരുന്നു. 46 പേരുള്ളതാണ്. അപ്പോൾ അതിൽ 44 ജെൻസും 2 ലേഡീസുമാണ് ആ ടീമിലുണ്ടായിരുന്നത്. 2 ട്രിവാൻഡ്രംകാരാണ്. അപ്പോൾ ആ പെൺകൊച്ച് എൻ്റെ കഴിഞ്ഞ ഇതുപോലെയുള്ള ഒരു റൈഡിൽ ഇൻസ്പയർഡ് ആയിട്ട് ആ റൈഡിന് വന്നതാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ പോകുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നേ ജൂണിൽ ഞാനൊരു 40 ദിവസത്തെ സ്പിറ്റി വാലി കംപ്ലീറ്റ് ചെയ്തായിരുന്നു മകനെയും കൊണ്ട്. അപ്പം മകൻ അന്ന് തിരിച്ചു വന്ന സമയത്ത് അവൻ്റെ ചപ്പൽ മറന്നിട്ടിട്ട് പോയി. അപ്പം ഞാനൊരു കോമഡിക്ക് ആ ചപ്പലെടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു, പറ്റുകയാണ് എങ്കിൽ ഞാൻ ഇതൊന്ന് കൊണ്ട് ഡൽഹിയിൽ കൊടുത്തിട്ട്, മകൻ പഠിക്കുന്ന ഡൽഹിയിലാണ്. അങ്ങനെ ഞാൻ ഇറങ്ങിയ റൈഡാ. അപ്പോൾ ബാക്കി ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. കോസ്റ്റൽ റോഡും മിഡിലും എല്ലാം. അപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഛത്തീസ്ഗഡ് വഴി എന്നുള്ള ആ ഒരു റൂട്ട്, കാരണം ചെറുപ്പം മുതലേ നമ്മളിപ്പം പത്രങ്ങളിൽ വായിക്കുമ്പോഴെല്ലാം മാവോയിസ്റ്റ്, നക്സലൈറ്റ്, അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി വെച്ചിരുന്ന ഒരു സ്ഥലം. എന്തായാലും അവിടെ ഒന്ന് കയറണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആന്ധ്രാപ്രദേശിൽ പോയപ്പോൾ എൻ്റെ ഈ ഛത്തീസ്ഗഡിലുള്ളൊരു മുന്നത്തെ ഒരു റൈഡിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. പുള്ളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ഛത്തീസ്ഗഡ് കാണണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഭയമാണ്. പറഞ്ഞു, മാഡം ധൈര്യമായിട്ട് ഇങ്ങ് പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ റൈഡ് കഴിഞ്ഞു. ഒരു ദിവസം അവിടെ ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്ത് റെസ്റ്റ് ചെയ്തിട്ട് 2ാമത്തെ ദിവസം ഞാൻ ലക്ഷ്യം ഛത്തീസ്ഗഡിലോട്ടാണ്. അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡാണ്. അങ്ങനെ ഓരോ ദിവസവും ഛത്തീസ്ഗഡ് പോയി. എനിക്ക് എങ്ങനെയെങ്കിലും ഡൽഹിയിലെത്തണം, എനിക്ക് മകനെ കാണണം, അതെൻ്റെ ലക്ഷ്യമാണ്. പക്ഷെ അത് എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളഞ്ഞേ പോകത്തുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഛത്തീസ്ഗഡ് മൊത്തം കറങ്ങി അവിടെ നിന്ന് ഞാൻ ലക്നൗ പോയി. അപ്പോൾ ചിന്തിച്ചു അതുവരെ പോകുന്നെങ്കിൽ പിന്നെ വാരണാസി കാണാം. വാരണാസി കണ്ടു. ആ വഴി പോയപ്പോൾ ചിന്തിച്ചു നൈനിത്താൾ ഒന്ന് പോയാലോ എന്ന് മോഹം. നൈനിത്താൾ പോയി. അപ്പോൾ നൈനിത്താൾ പോകുന്ന ടൈമിൽ അവിടെ ഉള്ളൊരു കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞൊരു ട്രാവൽ ഗ്രൂപ്പുണ്ട്. അതിലൊരു പയ്യൻ, എന്നെ ഹൈക്കോടതിയിലെ സ്റ്റാഫാണ്, എന്നെ കാണാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചു, ദീദി എന്തായാലും ഇതുവരെ വന്നതല്ലേ, ആദി കൈലാസ് വെക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആദി കൈലാസിൽ പോകാൻ പറ്റിയ വണ്ടിയല്ല എൻ്റെ കയ്യിൽ ഇൻറ്റർസെപ്റ്ററാണ് ഇരിപ്പുള്ളത്. അതൊരു ഓഫ് റോഡ് വണ്ടിയല്ല. എന്തായാലും ഈ പ്രാവശ്യം ഞാനില്ല, നെക്സ്റ്റ് ടൈം നോക്കാം. പുള്ളീൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്കിൽ കാറിൽ പോകുന്നുണ്ട്, ദീദി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടി ഇവിടെ വെച്ചിട്ട് കാറിൽ പോയി. ഞാൻ പറഞ്ഞില്ലടാ ഈ പ്രാവശ്യം ഞാനില്ല. പുള്ളീനെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും എൻ്റെ അടുത്ത് ജയ്പൂരുള്ള എൻ്റെ ഒരു ഓഫ് റോഡ്, ഏറ്റവും നല്ല ഓഫ് റോഡ് ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്, രബി വിളിച്ചിട്ട് ചോദിച്ചു, ദീദി എന്തായാലും നൈനിത്താൾ വരെ വന്നതല്ലേ, അപ്പോൾ അവിടെ നമുക്ക് ആദി കൈലാസം ഒന്ന് കവർ ചെയ്തുകൂടെയും ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ആദി കൈലാസം എന്തായാലും ഇപ്പോൾ ഇല്ല. പറഞ്ഞു വേണ്ട, ഡൽഹിയിൽ വന്നിട്ട് വണ്ടി വയ്ക്ക്,
ഞാൻ അവിടെ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളാം ആദ്യ കൈലാസ്. കാരണം ഇപ്പം മോദി ആദ്യ കൈലാസിൽ പോയത് അത് ഇച്ചിരി ഫേമസ് ആയിരിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ മനുഷ്യരും ഇപ്പം നേരെ ആദ്യ കൈലാസിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ അപ്പോഴും നോ പറഞ്ഞു. എന്നിട്ട് എൻ്റെ മനസ്സിൽ മുൻഷിയാരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഡൽഹിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ഷിബുചേട്ട അയ്യണ ആ സ്ഥലം പറഞ്ഞു. എന്നാൽ നല്ല മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം. ഞാനിങ്ങനെ പോകുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഗാർഡ് സെക്ഷനുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ഇപ്പം എൻ്റെ മൈൻഡിൽ വരുന്നില്ല. ആ സ്ഥലത്ത് അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വണ്ടി സൈഡിൽ വെച്ചിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മാം എവിടെ നിന്നാണ് വരുന്നത്? മഹാരാഷ്ട്രയിൽ നിന്നാണ്. കാരണം എൻ്റെ വണ്ടി രജിസ്ട്രേഷൻ MH ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും ദൂരം ബൈക്കിലോ ഒക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞ് ഇതുവരെ വന്നതല്ലേ, നിങ്ങൾക്ക് ആദ്യ കൈലാസ് വെക്കൂടെ? അപ്പോൾ 2 വ്യക്തിയെ ഞാൻ നോ പറഞ്ഞു. ഈ 3ാമത്തെ വ്യക്തിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു. ഈ ധാർച്ചുള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പുള്ളീനെ വിളിക്കുന്നു, സംസാരിക്കുന്നു, എൻ്റെ ഒരു ദീദി വരും, അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തപ്പോൾ ഞാനൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഞാൻ 2 നോ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിച്ചു റോഡൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, നിങ്ങളെ കൊണ്ട് പോകാൻ പറ്റുമെന്നൊക്കെ അവരങ്ങ് ബൂസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ നോ എന്നും പറഞ്ഞില്ല, ഓക്കെ പറഞ്ഞു. ഞാൻ 3ാമത്തെ വ്യക്തി എങ്ങനെയാണ് ഞാൻ എസ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ എനിക്കറിയത്തില്ല എന്തായാലും. ഞാനങ്ങ് പോയി. ഇല്ല, എൻ്റെ വണ്ടിയിൽ തന്നെ പോകുന്നത്. അപ്പോൾ തന്നെ ഞാൻ പെർമിറ്റിനുള്ള പൈസ കാര്യങ്ങൾ അയച്ചു. നാളെ വരുമ്പോഴും മാഡത്തിൻ്റെ അവിടെ പോകണമെങ്കിൽ ഒരു ഇതുണ്ട്, ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. അതായത് അത് ഇൻഡോ ടിബറ്റൻ ചൈന നേപ്പാൾ ബോർഡറാണ്. അപ്പോൾ ആ ബോർഡറിൽ കൂടെയാണ് നമ്മൾ 100-110 കിലോമീറ്റർ. ഈ 100-110 കിലോമീറ്റർ വെച്ചാൽ ഒരു ദിവസം ഫുൾ ഓടിക്കണം. റോഡില്ല, റോഡെന്ന സംഭവമേ ആ സ്ഥലത്തില്ല. അപ്പോൾ ഞാനങ്ങ് പോവുക. അപ്പോൾ ഈ ടൈമിൽ എൻ്റെ കൂടെ വണ്ടിയുടെ ബാഗ് കാലി ആയതുകൊണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് എൻ്റെ ഒരു അനിയത്തി കൊച്ചുണ്ട്, അവളുടെ അടുത്ത് പറഞ്ഞ് നീ വരണമെങ്കിൽ വാ എന്ന് പറഞ്ഞപ്പോൾ ഇവള് ലക്നൗവിൽ വന്ന് എൻ്റെ കൂടെ പില്യനായിട്ട് ബാക്കിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആൾക്കാർക്ക് മൊത്തം അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഒന്നത് പില്യൻ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 ബാഗും പില്യനും ഈ വെയിറ്റും, വണ്ടിക്ക് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇവളുടെ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരാൾ കൂടെ കാണട്ടെ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചേച്ചി പോവുകയാണെങ്കിൽ ഞാൻ എവിടെ വേണോ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. 2 പേരും കൂടെ പോയി ധാർച്ചുല എത്തി. ഞങ്ങൾ പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാം മെഡിക്കൽ ചെക്കപ്പ്, പോലീസ് വെരിഫിക്കേഷൻ എല്ലാം ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ റെഡിയായി. ഇതൊന്നും ഞങ്ങൾ മനഃപൂർവ്വമായിട്ടല്ല അങ്ങ് വന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഓറഞ്ച് അലർട്ടാണ്, മഴയാണ്, പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം കൂടെ എക്സ്ട്രാ അവിടെ നിന്നിട്ട് അടുത്ത ദിവസം പോവുകയാണ്. മൊത്തം വഴിയിൽ മൊത്തം ചെളിയാണ്. വണ്ടി പോകത്തില്ല. ഹിമാലയം പോലുള്ള വണ്ടി പോകും. പക്ഷെ ഞാൻ എടുത്ത വണ്ടി ഡിസിഷൻ തെറ്റാണ്. പക്ഷേ എനിക്ക് എന്തായാലും ഇനി അവിടെ വരെ എത്തിയതുകൊണ്ട് പോയേ പറ്റുള്ളൂ. 2 കൽപ്പിച്ച് പോയി വീണു എണീച്ച് തന്നെയാണ് പോയത്. നല്ല സ്റ്റീപ്പ് കയറ്റമുണ്ട്. എനിക്ക് അവിടെ ചെന്നപ്പോൾ മിലിറ്ററീസൊക്കെ എനിക്ക് എണീറ്റ് നിന്ന് സല്യൂട്ട് തന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ഒരു സല്യൂട്ട്, മാഡം തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ കണ്ടിട്ടേ പോകാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കാരണം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരാൻ ഒരു ലേഡി ഇന്ന് വരെ മെനക്കെട്ടിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ കേരളക്കാരല്ലെങ്കിൽ എക്സ്ട്രാ ബോൾഡ്, അവരുടെ ഭാഷയിൽ അവർ പറയുന്ന കേരളക്കാർ ഭയങ്കര ബോൾഡാണ്, അതുകൊണ്ടാണ് മാഡം അവിടെ നിന്ന് ഇവിടെ തന്നെ എത്തിയത് എന്നൊക്കെ പറഞ്ഞ് അതൊരു അപൂർവ അനുഭവമായിരുന്നു. ഭയങ്കര അനുഭവമായിരുന്നു. എന്താണ് ആദ്യ കൈലാസത്തിൽ നിന്നപ്പോൾ തോന്നിയത് മനസ്സിൽ? എനിക്ക് ഓരോ ഹൈ പാസസ് കീഴടക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും പോകാനുള്ള ഒരു ആരോഗ്യശേഷിയുള്ള വ്യക്തിയല്ല. ഞാൻ ഇപ്പം ഭയങ്കര ഓക്കെയാണ്. ഞാൻ നല്ല 1 ആസ്മ പേഷ്യൻ്റാണ്. 5 അടി നടന്നാൽ 10 വലിച്ചിട്ട് ഇൻഹേലർ കൊണ്ട് കിടക്കുന്ന വ്യക്തിയാണ്. ഇപ്പം പോലും പ്രശ്നമാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് എനർജിയാണ്. എനിക്കത് കീഴടക്കണം, അവിടെ എത്തണം, എന്നെ കൊണ്ട് കഴിയത്തില്ല. ഈ ആദ്യ കൈലാസായിരുന്നാലും ഈ ശ്വാസം കിട്ടാത്ത സ്ഥലത്തെത്തുമ്പോൾ ഞാൻ പതിയെയാണ് നടക്കുന്നത്. ഈ ഒച്ച എഴയും പോലെ ഞാൻ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡിലെ ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് കാസ വില്ലേജ് ഹിമാചലില. അത് ആക്ച്വലി റോഡിൻ്റെ താഴെ ഒരു 100 മീറ്റർ താഴെ മാത്രമേ ഇരുന്നുള്ളൂ. ഈ 100 മീറ്റർ ഞാൻ മേളിൽ കയറാൻ 3/4 മണിക്കൂർ എടുത്തു. കളിയാക്കും, ആൾക്കാരെന്നെ കളിയാക്കും ഞാൻ ആ പോയ സമയത്ത്. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് കളിയാക്കണമെങ്കിൽ മലയാളികൾ മാത്രമേ കേൾക്കത്തുള്ളൂ, മറ്റുള്ളവർ കളിയാക്കില്ല. ഇല്ല, പഹാഡികളാണെങ്കിൽ അവർ എന്നെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കിയിട്ട് പോയ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ 5 അടി നടക്കും, നിൽക്കും, വലിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, മാഡം ഹെൽപ്പ് എന്തെങ്കിലും വേണം? ഇല്ല, ഞാൻ പതിയെ കയറിക്കൊള്ളാം, കാരണം എന്നെ കൊണ്ട് നടക്കാൻ വയ്യാഞ്ഞിട്ടാ. എനിക്കറിയാം ഞാൻ അതിന് ഓക്കെ അല്ല എന്നും, പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഇപ്പം നമ്മൾ ദീർഘദൂര യാത്ര പോകുമ്പോൾ അത് വെൽ പ്ലാൻഡ് ആയിരിക്കും. ഇന്ന ദിവസം ഇന്ന വൈകുന്നേരം ഇന്നിടത്തെത്തും, അവിടെ താമസം, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ ഈ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് അന്ന് അവിടെ നിൽക്കേണ്ടി വന്നു. അന്നേരം അവിടെയുള്ള അക്കോമഡേഷൻ അത്തരം കാര്യങ്ങളൊക്കെ
അപ്പോൾ എക്സ്ട്രാ ഒരു ദിവസത്തെ കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കയ്യിൽ നിന്ന് പോകുന്നതല്ല, ആ സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട്, അന്നേരം അതുപോലെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ദിവസം അവിടെ സ്റ്റക്കായി പോകുന്നു, അന്നേരം അക്കോമഡേഷനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള അതൊക്കെ അങ്ങനെ ഒരു ടെൻഷൻ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. കാരണം യാത്രകളിലെല്ലാം ഞങ്ങൾ ഇപ്പം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കൂടുതലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ എനിക്ക് അത്യാവശ്യം സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ഞാൻ ഈ ഛത്തീസ്ഗഡ് പോയപ്പോഴും അതെല്ലാം എന്നെ അക്കോമഡേറ്റ് ചെയ്തെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ആരുടെ വീട്ടിലും എനിക്ക് എപ്പോഴും കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ലഗേജ് ഒരുപാട് കൊണ്ടുപോകും? ഇല്ല, ഞാൻ ഏറ്റവും കുറച്ച് ലഗേജ് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. ഒരു യാത്ര പോകുമ്പോൾ ഇങ്ങനെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരോട് ലഗേജിന്റെ കാര്യത്തിൽ എന്ത് ഉപദേശമാണ് നൽകാറുള്ളത്? എത്ര ലഗേജ് നമ്മൾ കൂടുതൽ എടുത്താലും അത് നമ്മൾ തന്നെയാണ് ചുമക്കേണ്ടത്. അപ്പോൾ ഞാൻ മാക്സിമം എന്ന് പറഞ്ഞാൽ വാഷബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കൂടുതൽ യൂസ് ചെയ്യും. പിന്നെ റൈഡിങ് പാൻറ്റും റൈഡിങ് ജാക്കറ്റും ഉണ്ടാവും. അപ്പോൾ അതിനടിയിലിടാൻ പറ്റുന്ന ഇന്നേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ റൈനോക്സിൻ്റെ ആയിരുന്നാലും ഞാൻ പാൻറ്റും അതുപോലെ അടിയിലിടുന്ന ഇന്നർ പാൻറ്റും ഇന്നർതും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ വാഷബിളാണ്, നമുക്ക് രാത്രി കഴുകിയിട്ട് രാവിലെ ഉണങ്ങി കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര 2 നേരം മാത്രം ഫുഡ് കഴിക്കുന്ന വ്യക്തിയാണ്. ഇല്ല ഇല്ല, അതാത് സ്ഥലങ്ങളിൽ അവിടെ എന്താ കിട്ടുന്നത് അത് മാത്രമായിരിക്കും കഴിക്കുന്നത്. ഫുഡ് കുറച്ച് കഴിക്കുന്നതാണോ നല്ലത്? യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ അപേക്ഷിച്ച് എനിക്ക് ഉറക്കം വരും. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്കുള്ള സ്കിപ്പ് ചെയ്യും. പിന്നെ വൈകുന്നേരം ആരുടെ വീട്ടിലാണോ അവിടെ നിന്ന് നന്നായിട്ട് കഴിക്കും. അവസാനിപ്പിച്ച ശേഷം മീൻസ് അവിടുത്തെ ലോക്കൽ ഫുഡായിരിക്കും, പക്ഷെ അത് ഞാൻ നന്നായിട്ട് കഴിക്കും. നല്ല നമുക്ക് വീട്ടിലെ ഫുഡും കിട്ടും. രാവിലെ യാത്ര തുടങ്ങുന്നത് എത്ര മണിക്കാണ്? 4:30-5 ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും പുലർച്ചെ. എന്നിട്ട് ഉച്ച വരെ ഓടിക്കുമോ അതോ കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങും. പിന്നെ ഞാൻ നല്ലൊരു ചായ അഡിക്റ്റ് ആണ്. അപ്പോൾ ചായക്കട കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ചായ കുടിക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് ഇല്ല, ഉച്ചയ്ക്ക് ഞാൻ ഭയങ്കര വെയിൽ എനിക്ക് ടയേർഡൊക്കെ ആണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മരത്തിൻ്റെ മുട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കഫേയിൽ കയറി അവിടെ ഇരിക്കും. അത് കഴിഞ്ഞൊന്ന് ആ ഒരു വെയിൽ മാറാൻ നോക്കും. ഇല്ല, എനിക്ക് ലക്ഷ്യസ്ഥാനം എത്തണം, ഇനി ഇത്രയും ദൂരമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. വൈകുന്നേരം എത്ര മണി വരെ ഓടിക്കും? മാക്സിമം പോയ 6 നോക്കും. പിന്നെ അത് ആ വീട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 7:30 ആ ഒരു ടൈം വരെ. ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴേ പേടിയുണ്ടോ? പേടി ഈ ഛത്തീസ്ഗഡ് വഴി പോകുമ്പോൾ ഉണ്ടായിരുന്നു, നല്ല പേടിയുണ്ട്. ഇല്ല, പക്ഷെ ഞാനൊന്ന് മുള്ളാൻ വേണ്ടിയിട്ട് എനിക്കൊരു പെട്രോൾ പമ്പ് അവിടെ ഇല്ല. ഒരിടത്തും ഈ പേടി കാരണം ഒരിടത്തും ഇരിക്കാൻ 89 കിലോമീറ്റർ ഞാൻ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ടോയ്ലറ്റിന് വേണ്ടിയിട്ട് ഇല്ല, അവിടെ ടോയ്ലറ്റ് ഇല്ല, പെട്രോൾ പമ്പും ഇല്ല. ഒരു പെട്രോൾ പമ്പ് ഞാൻ കണ്ടു, പക്ഷെ അവിടെ ആ ഒരു സൗകര്യം ഇല്ല. പിന്നെ 89 കിലോമീറ്റർ വേണ്ടിയിട്ട് ഞാൻ നിവർത്തികെട്ട ഒരാളുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് പറ്റത്തില്ല എന്നുവെച്ചാൽ, കാരണം എനിക്ക് ഏതെങ്കിലും കാട്ടിനിടയിൽ കയറിയിരിക്കാൻ എനിക്ക് നാണക്കേടൊന്നും ഇല്ല, പേടി കാരണം ഇറങ്ങിയില്ല. ഇപ്പം ഉത്തരാഖണ്ഡ് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പഹാടികളുടെ അടുത്ത് ഭയങ്കര ഇഷ്ടം വേറെ ഒന്നുമില്ല. ഇപ്പം വേറെ അവിടെ ബാത്റൂമോ പെട്രോൾ പമ്പോ ഒന്നുമില്ല, നമ്മൾ പെട്രോൾ ക്യാരി ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പാറേൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ മൺകൂന അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോഴത്തേക്ക് ഇതുപോലെ എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ഞാനൊരു മൺകൂനേൻ്റെ ബാക്കിൽ ഞാൻ പോയി ഇരുന്നു. ആക്ച്വലി ഞാൻ ഇരുന്നതിന് ശേഷമാണ് ആ ഓപ്പോസിറ്റ് ഒന്നൊരു ബുൾഡോസർ വരുന്ന കണ്ടത്. അപ്പം ഞാൻ ഇരുന്നും പോയി, എനിക്ക് എണീക്കാനും പറ്റൂല. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ആ പുള്ളി എൻ്റെ കണ്ണിലൊന്ന് നോക്കി, ഞാനും ആ പുള്ളീൻ്റെ കണ്ണിൽ തന്നെ നോക്കി. ഞാൻ ഇരിക്കുക, പക്ഷെ ആ ഒരൊറ്റ നോട്ടം മാത്രമേ പുള്ളി എന്നെ നോക്കിയിട്ടുള്ളൂ. പുള്ളി തിരിഞ്ഞു പോലും നോക്കാതെ പോയി. ആക്ച്വലി അതേ സമയത്ത് നമ്മുടെ മലയാളിയാണെങ്കിൽ പണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, FBയിൽ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിതുപോലെ എനിക്ക് ലഡാക്കിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഫസ്റ്റ് ടൈം പോയ ടൈമിൽ അന്ന് എൻ്റെ ഈ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് 2 പേരുടെ കൂടെയാണ് ഞാൻ യാത്ര പോയത്. ആ സമയത്ത് എനിക്കിതുപോലെ പിന്നെ പ്രോബ്ലമായിട്ട് ലൂസ് മോഷനായി. അപ്പോൾ ഞാൻ ഓടിപ്പോകുന്ന പാറേൻ്റെ ബാക്കിലാണ്. അപ്പം നമ്മുടെ ചിന്തയിൽ ഈ പാറേൻ്റെ ബാക്കിലിരുന്നാൽ കാണത്തില്ല എന്നാണ്. തെറ്റാണ്. കാരണം എനിക്ക് ഇവിടെ നിൽക്കുന്നവർക്ക് ഞാനായിരിക്കുന്ന പാറ കാണത്തില്ല, പക്ഷേ ആ സൈഡിൽ നിന്ന് വരുന്നവർ, കാരണം ഈ റോഡ് മൊത്തം കറങ്ങിയാണ് പോകുന്നത്, കാണാൻ പറ്റും. പക്ഷെ ആ ടൈമിൽ നമുക്കിതൊന്നും ബോധേടല്ല. ആ ടൈമിൽ നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കണം. ഇതേ വ്യക്തികൾ, എൻ്റെ കൂടെ വന്ന വ്യക്തികൾ തന്നെ FBയിലെതിരെ എനിക്കെതിരെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ പോയിരുന്നു. ഫോട്ടോസ് ഉണ്ട്. ഞാനൊരു കമൻറ്റും കൊടുക്കാനോ മറുപടി കൊടുക്കാനോ ഇത്രയും മാത്രമേ ഇട്ടുള്ളൂ. മലയാളികളാണ്. എടുക്കും.
പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കും. എല്ലാവരും അല്ല, എന്നാലും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യര് ഈ ഒരാളെ കണ്ടപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അയാൾ അന്നേരം സൗകര്യം അവർ സൗകര്യം അറേഞ്ച് ചെയ്തു. ഒരു ലോങ് ട്രാവലർ ആണ് എന്ന് കാണുമ്പോഴത്തേക്ക് പുറത്ത് നിന്നുള്ള അവർ ഭയങ്കര റെസ്പെക്റ്റോടെയാണ്. ഒന്നും വേണ്ട, ചില പെട്രോൾ പമ്പിൽ ചെന്നിരിക്കുമ്പോൾ നല്ല ഉറക്കം വന്നായിരിക്കും ചിലപ്പം പെട്രോൾ പമ്പിൽ കയറുന്നത്. അവർ തരുന്ന സ്വീകരണം എന്ന് പറയുന്നത് അവരൊരു ചെയർ എടുത്തിട്ട് തരും, അല്ലെങ്കിൽ അവരുടെ AC റൂമിൽ നിന്ന് പുറത്തിറങ്ങി തന്നിട്ട് പറയും മാഡം ഇവിടെ കുറച്ച് സമയം ഇരിക്കുക, പിന്നെ അവർ സ്നാക്സ് കൊണ്ടുവരും. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലെ പെട്രോൾ പമ്പാണെങ്കിൽ എനിക്കിവിടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വാഷ്റൂം ഉണ്ട്. ഈ വാഷ്റൂമിൽ പോകാൻ രാത്രി സമയത്ത് ഞാൻ പറഞ്ഞു കേരളത്തിൽ മാത്രമാണ് ഞാൻ രാത്രി 12 മണി ഒരു ടൈമിലൊക്കെ ഞാൻ വണ്ടി ഓടിക്കത്തുള്ളൂ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വൈകുന്നേരം വരെ ഓടിക്കുമ്പോൾ കേരളത്തിൽ രാത്രി 12 മണി വരെ ഓടിക്കാവുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ജനിച്ചു വളർന്ന നാട് എന്നുള്ളൊരു ചിന്ത, എനിക്ക് ഇവിടുത്തെ വഴികളെല്ലാം അറിയാം. ഇനി ഇവിടെയുള്ള ഫ്രണ്ട്സുകൾ എന്ന് പറയുമ്പം എനിക്ക് ഏത് സമയത്ത് അവരെ ശല്യപ്പെടുത്താൻ പറ്റുമെന്നുള്ളൊരു ഉത്തമ ബോധ്യം എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ വണ്ടി അഥവാ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടും ഞാൻ മോശക്കാരെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് കാരണം ഞാൻ ഇവിടെ നമ്മുടെ ഏറ്റവും അടുത്ത് ആറ്റിങ്ങൽ പെട്രോൾ പമ്പിൽ എനിക്ക് തോന്നുന്നു 2021-22 ഞാനൊരു ദിവസം രാത്രി 10 മണി, ആ ഒരു 10-11 മണി അടുപ്പിച്ച് ഞാൻ വന്ന സമയത്ത് ടോയ്ലറ്റ് ചോദിച്ചു. അവിടെ നിൽക്കുന്ന ചെക്കൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഏത് ഭാഗത്താണ് ടോയ്ലറ്റ് എന്ന് അറിയാത്തതുകൊണ്ട് ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം എന്നെ ഒന്ന് അടിമുട്ട് മുതലുവരെ നോക്കിയിട്ട് ഞാൻ വേറെ എന്തോ ചോദിക്കുന്ന രീതിയിൽ ആറ്റിറ്റ്യൂഡാണ് അവൻ എൻ്റെ അടുത്ത് കാണിച്ചത്. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ വഴി എപ്പോൾ ആ ടൈമിൽ വന്നാലും നേരെ കയറി ഞാനങ്ങ് പോകും. പിന്നെ ചോദിക്കുന്ന പരിപാടിയില്ല. ഇനി കാരണം അതേ പെട്രോൾ പമ്പിൽ ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും കയറിയിരിക്കും. യാത്ര പോകുമ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഉണ്ട് നല്ല രീതിയിൽ. പല സ്ഥലങ്ങളിലും ഇത്തരം വാഷ്റൂമോ അങ്ങനെയുള്ളതൊന്നും ഇല്ല. നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഈ നമ്മുടെ ഹിമാചലിലെ ഉത്തരാഖണ്ഡ് സൈഡുകളിൽ പോയി കഴിഞ്ഞാൽ ഈ സൗകര്യം വളരെ ഇല്ല. ബട്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോട്ടിൽ വെള്ളം, അങ്ങനെ അതൊക്കെ ഒരു എന്താ പറയുക നഗ്നതയെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു ബോധം ആവശ്യമില്ല ഇത്തരം യാത്രകളിൽ. ഞാൻ അങ്ങനെ നോക്കാറില്ല. പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വരുന്നവർ പോലും ആ രീതിയിലാണ്. നമ്മൾ മാത്രമേ ഒളിഞ്ഞു നോട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു ഒളിഞ്ഞു നോട്ടം ഉള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനു മുന്നേ എനിക്കിതുപോലെ സിറ്റുവേഷൻ ഞാൻ ഒറ്റയ്ക്ക് അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുള്ള മാഡം എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുള്ള രീതിയിൽ ഹിമാചലിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകൾ പൊതുവെ പിന്തുണ നൽകാറുണ്ടോ? ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ ഒരാൾ ബൈക്കിൽ ഓടിച്ച് വന്നിരിക്കുന്നു, അങ്ങനെ ചിന്തിക്കും. അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഭയങ്കര സന്തോഷമാണ്, ഇതെങ്ങനെ പറ്റുന്നു എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ ഞാൻ കൂടുതൽ നമ്മളിപ്പം വഴിയിൽ ഈ ഒരു സമയത്ത് കാണുന്ന എല്ലാം ആണുങ്ങളാണ്, പക്ഷെ എല്ലാം ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പൊ കന്യാകുമാരി ടു കാശ്മീർ റൈഡ് ചെയ്ത് കഴിഞ്ഞു, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടിച്ചോ? ഇഷ്ടംമാതിരി ഓടിച്ചിട്ടുണ്ട്. അത് എന്താണ് കേരളത്തിൽ ഈ ഒരു ബൈക്കിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഫീൽ? എന്താണ്? ഒന്ന് റോഡാണ്, 2 സ്പീഡ് ലിമിറ്റ് പ്രശ്നമുണ്ട്. സ്പീഡ് ക്യാമറ ഉള്ളത് കൊണ്ട് നമുക്ക് സൂക്ഷിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. വിചാരിക്കുന്ന സമയത്ത് എത്തത്തില്ല. ഞാൻ മോനുമായിട്ട് വന്ന സമയത്താണ് ഇവിടെ സ്പീഡ് ലിമിറ്റ് 60 ആക്കിയത്. ആക്ച്വലി ഞാൻ അറിഞ്ഞില്ല. ഞാൻ കേരള ബോർഡറിൽ കയറിയപ്പോഴത്തേക്കാണ് കുറച്ച് പേർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ 60 ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ കേരളത്തിൽ കയറിയ മുതൽ എക്സൈസ് ആയിരുന്നു സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഡ്രഗ്സിനെതിരായിട്ടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു, ലഹരിക്കെതിരെ ഒരു മെസ്സേജ് ആയിട്ടാണ്. ബൈക്കിൽ എഴുതി വെക്കും. എൻ്റെ കയ്യിൽ ബാനറുണ്ട്. എനിക്കങ്ങനെ പബ്ലിക് പ്ലേസ് എവിടെ കിട്ടിയാലും ഞാൻ പോയി അത് പിടിച്ചിട്ട് നിൽക്കും. പിന്നെ സ്കൂള് കോളേജുകൾ കിട്ടുകയാണെങ്കിൽ അവിടെ പോയി ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഞാൻ എക്സൈസുകാരെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എക്സൈസിന്റെ കാലിക്കറ്റിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നേരെ വരേണ്ടത് തൃശ്ശൂരാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മാം ഇത്ര മണി. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇവിടുത്തെ സ്പീഡിൽ. ഇല്ല മാഡം മതി, വന്നാൽ മതി. അവർ ടൈം പറഞ്ഞു. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റി വരും. ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കാറുണ്ടല്ലോ, അത് കേരളത്തിലാണോ അതോ മറ്റുള്ള സ്ഥലങ്ങളിലാണോ കൂടുതൽ? എല്ലായിടത്തും. പ്രത്യേകിച്ച് ഈ ഹിമാലയത്തിലേക്കൊക്കെ പോകുമ്പോൾ റോഡ് നേരത്തെ പറഞ്ഞ പോലെ റോഡ് തന്നെ പലപ്പോഴും ഇടിഞ്ഞു പോകും, ചിലപ്പോൾ റോഡില്ല. ഞാനിപ്പോൾ ആദ്യ കൈലാസ് പോയ സ്ഥലത്ത് എന്ന് പറയുന്നത് റോഡെന്നുള്ള സംഭവം ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാ. ഒന്ന് എനിക്ക് ഇപ്പൊ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടിയിരുന്നു എങ്കിൽ. ഞാനേ പറയുന്നത് എനിക്ക് ഹൈറ്റ് കുറവാന്ന, എങ്കിലും ഞാൻ വലിഞ്ഞേറി എനിക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. പിന്നെ അവിടെ ഒരു മാഗ്നറ്റിക് ഇഫക്റ്റ് പോലെ വരുമ്പോൾ എനിക്ക് റൈറ്റ് സൈഡ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റൈറ്റ് സൈഡിലെ കയറൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പം ചിന്തിക്കും ഞാൻ ഇപ്പം വീണു പോകും എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ
താഴേക്ക് പോകുന്നുള്ള ഞാനിപ്പോൾ ലാസ്റ്റ് ഉണ്ടോ? ഇല്ലല്ലോ, വെർട്ടിഗോ എന്ന് പറയുന്ന അസുഖമൊന്നും ഇല്ലല്ലോ. ഇല്ല ഉയരത്തിൽ ചെല്ലുമ്പോൾ ഉള്ള ഇല്ലല്ല, ആസ്മേൻ്റെ ആ ഒരു പ്രശ്നമേ ഉള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആ ഒരു കിതപ്പും നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ അതെനിക്കുണ്ട്. പക്ഷെ വണ്ടി കയറുന്ന എവിടെയായിരുന്നാലും ഞാൻ അവിടെ വരെ ഞാൻ വണ്ടിയിലിരുന്നോളൂ. ഈ വണ്ടി എപ്പോഴും നമ്മൾ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു വണ്ടി തകരാറിലാവുന്ന അത്തരം സന്ദർഭങ്ങളെ നേരിട്ടിട്ടുണ്ടോ? ഇഷ്ടംമാതിരി. വണ്ടി നന്നായിട്ട് റിപ്പയർ ചെയ്യാനും എല്ലാം അറിയാം? ഒന്നും അറിയത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു അനുഭവം പറയാം. എല്ലാ റോയൽ എൻഫീൽഡിൻ്റെ സപ്പോർട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അവർ നല്ല രീതിയിൽ. കാരണം അവർ എൻ്റെ ദീർഘദൂര യാത്രകൾക്കെല്ലാം എവിടെ വെച്ചാണോ വണ്ടി കംപ്ലൈൻ്റ് ആവുന്നത് അങ്ങനെ അസിസ്റ്റ് ചെയ്യാറുണ്ട്. അവർ വന്ന് നന്നാക്കി തരും. അവർ നിയറസ്റ്റ് ഷോറൂം ഏതാണെന്ന് നോക്കി ലൊക്കേഷൻ മേടിച്ചിട്ട് എനിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എനിക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് എപ്പോഴാണ്? അതെൻ്റെ 18-19 ആ ഒരു കോളേജിൽ? ഇല്ല ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് തന്നെ ബൈക്കാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. ഇല്ല, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിൽ പോയ സമയത്താണ്. നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ കാരണം എന്താണ്? അപ്പോഴൊരു കല്യാണം കഴിച്ചതുകൊണ്ട് പോയതാ. പുള്ളിക്കാരൻ അവിടെയാണ് ജോലി? ഇല്ല, പുള്ളിക്കാരൻ ഇവിടെ തന്നെയായിരുന്നു. അപ്പം എൻ്റെ സിസ്റ്റർ സ്കൂൾ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യയിലോട്ട് പോയത്. ഒരു 2007 വരെ അവിടെയായിരുന്നു. അവിടെ സ്കൂളിൽ പഠിപ്പിക്കുക? സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അങ്ങനെ പോയി ഒരു പരിപാടിയായിട്ട് നിന്നു. എന്നിട്ട് 2007 നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ അന്ന് ഒരു റൈഡറായി കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ചാണ് പഠിച്ചത്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ നഴ്സറി മുതലുള്ള ആഗ്രഹമായിരുന്നു എനിക്കൊരു ബുള്ളറ്റ് സ്വന്തമാക്കണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? വീടിനടുത്ത് വല്ല ബുള്ളറ്റ് ഉണ്ട്? ഇല്ല, എൻ്റെ പപ്പയുടെ ബ്രദർ പോലീസായിരുന്നു. അന്ന് പോലീസിൽ മാത്രമാണ്. എൻ്റെ റോൾ മോഡലേ പുള്ളിയാണ്. അപ്പം പുള്ളി ഇടയ്ക്ക് ഈ ബുള്ളറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ അത് കണ്ട് അതിലിഷ്ടപ്പെട്ട്. പക്ഷെ ഞാൻ ഭയങ്കര ലോ ലെവൽ ഫാമിലിയിലുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് അതൊന്നും സ്വന്തമാക്കാനൊന്നും എൻ്റെ വീട്ടുകാർക്കൊന്നും വാങ്ങിച്ചു തരേണ്ട കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു എനിക്ക് എവിടെയും എടുത്തു പറയാൻ പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ ബാക്ക് ബോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാരൻസാണ്. എല്ലാത്തിനും സപ്പോർട്ടായിട്ടുള്ള ഒരു ഫാമിലിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം എനിക്കങ്ങനെ എന്താ പറയുക, ഞാൻ പണ്ട് മുതലേ ഞാൻ സ്പോർട്സ് പേഴ്സണാണ്, അത്ലറ്റ് ആയിരുന്നു. കോളേജ് ലെവൽ വന്നപ്പോൾ ഞാൻ ക്രിക്കറ്റ് പ്ലെയറായി. ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. കേരള ടീമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. വിക്കറ്റ് കീപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലോട്ട് പോയത്. പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് ട്രാവൽ അന്നും ഇഷ്ടമാണ്. ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രാഷ്ട്രപതി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പ് ഞാൻ മുടക്കത്തില്ല. അന്നൊക്കെ ഞാൻ ബസ്സിലൊക്കെ കയറും. ട്രിവാൻഡ്രം. ഞാൻ ജനിച്ചു വളർന്ന വെങ്ങാനൂർ സ്കൂളിലാണ് പഠിച്ചത്. പിന്നീട് കോളേജ് ഓൾ സയൻസ്. അങ്ങനെ ഈ ബൈക്ക് ഓടിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? നോർത്ത് ഇന്ത്യ ഒരു 20 ആ ഒരു വയസ്സിൽ. ഇവിടെ നാട്ടിൽ വന്നപ്പോഴാണ് പ്രശ്നം വന്നേ. കാരണം ഈ നമ്മളെ നാട്ടിലല്ലാതെ വേറൊരു നാട്ടിൽ വെച്ചിട്ട് നമ്മൾ ഈ വണ്ടി ഓടിക്കുകയോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഇത്രേ പറയുള്ളൂ, അവരവരുടെ നാട്ടിലും അങ്ങനെ ആയിരിക്കും, അവർ ബോൾഡായിരിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ നമ്മുടെ സ്വന്തം നാട്ടിൽ വരുമ്പോഴാണ് സ്വന്തം നാട്ടുകാർക്ക് ഒരിക്കൽ നമ്മളൊരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ആ സെയിം അവസ്ഥയാണ്. ഞാൻ 2007 മുതൽ 2012 വരെ ഞാൻ ഇനി കേൾക്കാത്ത അനാവശ്യങ്ങളില്ല. ബൈക്ക് ഓടിക്കണം. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഞാൻ 2 വീലർ ഗിയറുള്ള വണ്ടി ഓടിച്ചു. ആക്റ്റീവ് ആയിരുന്നെങ്കിൽ പ്രശ്നം. അന്നും എനിക്ക് തോന്നുന്നു ആ 2007 ടൈമിലൊക്കെ ആക്റ്റീവ് ഓടിക്കുന്നതിനും ചെറിയ എതിർപ്പുള്ള ടൈം. ആ സമയത്ത് ഒരു പെണ്ണ് വന്ന് പെട്ടെന്ന് ബുള്ളറ്റും അപ്പൻ്റെ വണ്ടി ഹീറോ ഹോണ്ടയൊക്കെ എടുത്ത് ഓടിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ അതല്ല, അതിനേക്കാളൊക്കെ അധികം കേട്ടിട്ടുണ്ട് കുതിരപ്പുറത്ത് അഹങ്കാരി. പക്ഷേ ഞാൻ പിൽക്കാലത്ത് ഈ കുതിരപ്പുറം പറഞ്ഞ് ഹിമാലയൻ എന്നുള്ള വണ്ടി റോയൽ എൻഫീൽഡ് ഇറക്കിയപ്പോൾ അത് ആദ്യം കരസ്ഥമാക്കിയത് ഞാനാണ്. കേരള ഫസ്റ്റ് ഓണർ, ഇന്ത്യ ഫസ്റ്റ് ലേഡി. അപ്പോൾ പിന്നെ ആ കുതിരപ്പുറം അവർ പറഞ്ഞത് എനിക്കൊരു എന്താ പറയാനാ, യാഥാർത്ഥ്യമായി. എന്നിട്ട് ഇപ്പം പക്ഷേ ആ ഒരു എതിർപ്പും ഒന്നുമില്ലല്ലോ. ഇല്ല, ഞാൻ ഈ 2007 മുതൽ 2012 വരെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ പരസ്യമായിട്ട് എൻ്റെ കൂടെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കും. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളതെന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് മോശം വന്ന് പറയുന്നത് എൻ്റെ പാരൻസിൻ്റെ അടുത്താണ്. അപ്പോൾ പക്ഷേ ഇപ്പം എൻ്റെ പപ്പ ജീവിച്ചിരിപ്പില്ല. 3 വർഷം ആയി പപ്പ മരിച്ചിട്ട്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ പപ്പ പറയുമായിരുന്നു, ഒരു ദിവസം നിങ്ങൾ എൻ്റെ മകളുടെ മുമ്പിൽ തല കുനിക്കൂ എന്നുള്ളത്. കാരണം എൻ്റെ പപ്പയ്ക്ക് അത്രയ്ക്കും എന്നെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം, മീൻസ് അവർക്ക് ഭയങ്കര അഭിമാനമായിരുന്നു ഞാൻ.
അവർക്കറിയാം അവരുടെ മകൾ എന്താണ് എന്നുള്ളത്. വിവാഹം കഴിച്ച ആളിന് ബൈക്ക് ഓടിക്കുന്നതിന് എതിർപ്പുണ്ടായിരുന്നു? ഇല്ലേ, ഒരു എതിർപ്പില്ല. ഇല്ല ഇല്ല, പൂർണ്ണ പിന്തുണയാണ്. പിന്തുണയാണ്. പുള്ളി കൂടെ റൈഡ് ചെയ്യാൻ വരുമായിരുന്നു. 2018 വരെ റൈഡ് ചെയ്യുമായിരുന്നു. പിന്നെ പുള്ളി ഉപേക്ഷിച്ചു. കാരണം എന്നെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നായപ്പം പുള്ളി വീട്ടിൽ കയറി. അല്ല, വീട്ടിലെ കാര്യങ്ങൾ ഇതിനിടയിൽ എങ്ങനെ നോക്കും? വീട്ടിലുള്ള സമയത്ത് ഞാൻ നോക്കും, അല്ലാത്ത സമയത്ത് പുള്ളിക്കാരൻ നോക്കിക്കോളും. പിന്നെ മോനും സ്വയം പര്യാപ്തമാണ്. മകന് പരാതിയില്ല? അവന് പരാതിയില്ല. മകനുമായിട്ട് റൈഡ് ചെയ്യാൻ പോയല്ലോ, അത് എവിടെയൊക്കെയായിരുന്നു? അത് സ്പിറ്റി വാലി, ഹിമാചല്. അവന്റെ എക്സാം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഡൽഹി പോയി. അവന്റെ എക്സാം കഴിഞ്ഞ മെയ് 31-ാം തീയതി കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ജൂൺ 1-ാം തീയതി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 40 ദിവസം കഴിഞ്ഞ്, അതായിരുന്നു ഞാൻ ഡ്രഗിന് എതിരായിട്ട് 40 ദിവസത്തെ യാത്രയായിരുന്നു. ഓരോ ദിവസവും പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. അതെ, അത് വളരെ നല്ലൊരു സർക്യൂട്ടാണ്. കാരണം പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണിന് ആ വഴി ചന്ദ്രത്താൽ റൂട്ടുണ്ട്. നമ്മളിപ്പോൾ ഷിംല വഴി പോകുന്ന റൂട്ട്, നർക്കണ്ട ഷിംല, ആ റൂട്ട് എന്ന് പറയുന്നത് നല്ല ഓപ്പൺ റോഡാണ്, കുഴപ്പമില്ല, നല്ല ഇതുണ്ട്. പക്ഷെ ഓഫ് റോഡ് ഉണ്ട് എങ്കിലും നമുക്ക് പറ്റുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് ചന്ദ്രത്താൽ വഴി മണാലി ഇറങ്ങുന്ന ഒരു റൂട്ടുണ്ട്. റോഡെന്നുള്ള സംഭവമേ ഇല്ല, അത് ഓടിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. പല നോർത്ത് ഇന്ത്യൻകാർ എൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ടുണ്ട്, പറ്റില്ല എന്ന്. പക്ഷെ ഞാനത് മോനെ പില്ലിയനിരുത്തി ഞാൻ ഓടിച്ചു. മോന്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ വണ്ടി ഓടിക്കത്തില്ല, അവൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഞാൻ റൈഡറാണ്, അവൻ റീഡറാണ്. വായിക്കുന്നതിലാണ് താല്പര്യം. ഇപ്പം ഡിഗ്രി ഫൈനൽ ഇയർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്, BA ഓണേഴ്സ് ഫിലോസഫി. ബൈക്ക് റൈഡ് എന്റെ പില്യനായിട്ട് യാത്ര ചെയ്യാനാണ് അവന് താല്പര്യം. പുറകിലിരിക്കുക, എന്നിട്ട് ഇരുന്നിട്ട് വേറെയും കാര്യമുണ്ട്. ഞാൻ ഒരു റൈഡ് പോയാൽ ഒരു ബുക്കാണ് അവന്റെ കണ്ടീഷൻ, വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പൊ അവൻ അത് മാറ്റിയിട്ട് എന്റെ കിലോമീറ്റർ ബേസിൽ ബുക്ക് മേടിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ റൈഡ് നിർത്തേണ്ടി വരും. ബൈക്ക് റൈഡിംഗിൽ ഒരു പില്യന്റെ റോള് ശരിക്കും എന്താണ്? അങ്ങനെയൊന്നും ഇല്ല, ഒരാൾക്ക് സപ്പോർട്ട് എന്നല്ല, നമുക്ക് ആക്ച്വലി വണ്ടി ഓടിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പോകുന്നതാണ്. പക്ഷേ മകൻ ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്കും ആഗ്രഹമുണ്ട്, ഞാൻ കണ്ട ഇന്ത്യ അവൻ കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ആ ഒരു, അല്ലാതെ ഷോർട്ട് റൈഡൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. മുഴുവൻ ഏറെക്കുറെ സഞ്ചരിച്ചു കഴിഞ്ഞു. ഏറ്റവും ആകർഷണം തോന്നിയ സ്ഥലം ഏതാണ്? ഉത്തരാഖണ്ഡ് ഭയങ്കര മനോഹരമാണ്. ഉത്തരാഖണ്ഡ് പോകണമെന്നുണ്ട്. ഹിമാചല് ഞാൻ ആഗ്രഹിക്കാതെ തന്നെ എല്ലാ വർഷവും അറിയാണ്ട് ഞാൻ പോയി പോകുന്നുണ്ട്. പിന്നെ ഛത്തീസ്ഗഡ് ഇനിയും ആ ബാക്കി വെച്ച ഭാഗം ഇനി തുടരണമെന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ വൻ പ്രളയം, അങ്ങനെ ഒരുപാട് യാത്രക്കാർ കുടുങ്ങി പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ടാണോ യാത്ര പ്ലാൻ ചെയ്യുക? ഏകദേശം ഹിമാചൽ, ഉത്തരാഖണ്ഡ് ആ ഒരു ടൈം അവിടെ എന്ന് പറയുന്നത് മെയ് മാസത്തോടുകൂടെ ഓപ്പൺ ചെയ്യും. ഒക്ടോബറോടുകൂടെയാണ് അവിടെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിനിടയിൽ കഴിഞ്ഞ സ്പിറ്റി ഞാൻ പോയ സമയത്ത് മൊത്തം മഴ കിട്ടി എനിക്ക്. പക്ഷെ ആ മഴയത്ത് ഞാൻ വണ്ടി ഓടിച്ചു. ആ ഫ്രണ്ടിലുണ്ടാവാം പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാർച്ചുലയിൽ ഞാൻ ഒരു ദിവസം എക്സ്ട്രാ നിന്നു, അതുണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ്. പക്ഷേ എനിക്കങ്ങനെ ഒരു ഭയം, ആ ഒരു ഭയം ഇല്ല. എന്ത് മുന്നേ വരുന്നോ അവിടെ വെച്ച് കാണാമെന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൈഫിന് ഒരു ഗ്യാരണ്ടി ഇല്ല, എന്നാലും ഒരു ദിവസം ഞാൻ റോഡിലായിരിക്കും, ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത്രേ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വണ്ടികൾ ഞാൻ കളക്ഷനിൽ അങ്ങനെ വലുതായിട്ടൊന്നുമല്ല, ഒരു ഇൻ്റർസെപ്റ്റർ, ഒരു ഹിമാലയൻ, ഒരു ക്ലാസിക്, ഒരു 2 ഓൾഡ് ബുള്ളറ്റ്, അങ്ങനെ കുറച്ച് വണ്ടികൾ എൻ്റെ വീട്ടിലുണ്ട്. ഫാഷനായിട്ടൊക്കെ ഒരു 9-10 വണ്ടിയുണ്ട്. ഇല്ല, ഇല്ല. ലൈസൻസ് ഉണ്ട്, 2007 ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഈ ബൈക്കുകൾ ഇപ്പോൾ ഹിമാലയം അങ്ങനെയുള്ള പല ബൈക്കുകളും മാറി മാറി ഓടിക്കും. ഒരു പിന്നെ പഴയ ഇങ്ങനെ ബൈക്കുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കണമെന്നുണ്ടോ? അങ്ങനെ ഒരു ഞാൻ വാങ്ങിയ വണ്ടി വിൽക്കത്തില്ല, അത് മാത്രമേ ഉള്ളൂ. ഇല്ല, വാങ്ങുന്ന വണ്ടി വിൽക്കത്തില്ല, അത്രേ ഉള്ളൂ. ഇല്ല. നേരത്തെ പറഞ്ഞ ഉത്തരാഖണ്ഡാണ് ഏറ്റവും ആകർഷകമായ സ്ഥലം എന്ന് പറയുന്നത്. കേരളത്തെ അറിയപ്പെടുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. കേരളം ആകർഷകമല്ലേ? അത് നമ്മുടെ നാട്. പുറമേ ഉള്ളത് ചോദിച്ചു എന്നുള്ളൊരു, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കേരളം തന്നെയാണ്. ബൈക്ക് ഓടിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ എവിടെയും ഇപ്പം വയനാട്, മൂന്നാർ എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്ട്രാ ഫീലാണ്. കൂടുതലും പച്ചപ്പൊക്കെ ഇപ്പോൾ ഉള്ളത് ആ ഭാഗത്ത് മാത്രമാണ്. പിന്നെ നമ്മുടെ കേരളം എന്ന് പറയുമ്പം കടലും ഇവിടെ ഉണ്ട്, മലയും ഇവിടെ ഉണ്ട്, റോഡും എല്ലാം. കേരളത്തിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം പറയാൻ പറ്റുമോ? ഇല്ല.
ഇല്ല, കേരളം എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ യാത്ര അല്ല, ബൈക്ക് ഓടിക്കാൻ പഠിച്ചു, ഇവിടെ വന്ന് പല എതിർപ്പുകളും നേരിട്ടു. പക്ഷെ പിന്നീട് എപ്പോഴാണ് ഒരു ദീർഘദൂര ബൈക്ക് ഓടിക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ വരുന്നത്? എൻ്റെ ആദ്യം മുതലേ എൻ്റെ മൈൻഡിലുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ തന്നെ നേപ്പാള്, നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ കേരളത്തിൽ വന്നിട്ട് എൻ്റെ അന്നൊരു ആഗ്രഹം എന്ന് പറയുന്നത്, അന്നൊന്നും ഈ റൈഡിങ് ഗിയർ ഒന്നും പ്രോപ്പറായിട്ടൊന്നും യൂസ് ചെയ്തിട്ടുള്ള ടൈമല്ല. കേരളത്തിൽ വന്നതിന് ശേഷമാണ്, ഈ 2012 ശേഷമാണ് ആക്ച്വലി റൈഡിങ് ഗിയറിൻ്റെ ആവശ്യകത എന്താണ്, റൈഡിങ് ഗിയർ ഇട്ടാലുള്ള ഗുണം എല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ പ്രോപ്പർ വേയിലോട്ട് ഞാൻ ഇറങ്ങുന്നത്. ഈ ഇറങ്ങുന്ന ടൈമിൽ അന്ന് പെണ്ണുങ്ങളില്ല. അന്ന് ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്ന ഒരു ജെൻസ് ക്ലബിലാണ്. ആ ക്ലബ്ബിൽ ജോയിൻ ചെയ്ത സമയത്തും എനിക്ക് മീൻസ് അതിനകത്ത് ഈഗോ ക്ലാഷ് പലതൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് എൻ്റെ മൈൻഡിലുണ്ട്, കാരണം ഞാൻ ഇത്രയും എതിർപ്പ് നേടിയതുകൊണ്ട് എനിക്കുണ്ട് കുറേ പെൺകുട്ടികളെ ഈ ഒരു മേഖലയിലോട്ട് കൊണ്ടുവരണം. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തത്, ഇനി ഒരു വ്യക്തികൾ അങ്ങനെ വരരുത്. അപ്പോൾ ഒരു കൂട്ടം പെൺകുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ എതിർപ്പ് പകുതിയും നിൽക്കും. അങ്ങനെ ഞാൻ ചെയ്ത ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ കേരളത്തിലുള്ള ഇത്രയധികം ലേഡീസ് ഇതിൻ്റെ ഒരു ക്ലബ് ഉണ്ടാക്കി ഡോണ്ട്ലെസ് റോയൽ എക്സ്പ്ലോറേഴ്സ്, DRE എന്ന് ഷോർട്ട് ഫോമിൽ പറയും. 250-300ഓളം ലേഡീസ് ഉണ്ട്. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസും അതിനകത്തുണ്ട്. എല്ലാവരും ക്ലബ്ബിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. പറക്കാൻ കഴിവുള്ളവരാരും ഈ ക്ലബ്ബിൽ നിൽക്കല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് പെൺകുട്ടികൾക്ക് കയറി ഇറങ്ങാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രം. ഇപ്പം സാധാരണ ചില ക്ലബ്ബുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ട് മുതലുള്ള മെമ്പേഴ്സ് ഇപ്പോഴും കാണും. പെൺപിള്ളേരുടെ ഇടയിലെന്ന് വെച്ചാൽ അത്യാവശ്യം ഈഗോ കോംപ്ലക്സ് എല്ലാം ഉള്ളതാണ്. അപ്പോൾ സ്വന്തമായിട്ട് പോകാനും അതുപോലെ ബോയ്സിൻ്റെ കൂടെ പോകാനും താല്പര്യമുള്ളവർ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ പൊയ്ക്കൊള്ളുക. ഇതൊന്നും പറ്റാത്ത ഒരു കൂട്ടം പെണ്ണുങ്ങളുണ്ടാവും, പാരൻസ് സമ്മതിക്കാതെ പെണ്ണുങ്ങളുടെ കൂടെ മാത്രമേ പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ക്ലബ്ബ്. അവരുമായിട്ട് ഇങ്ങനെ യാത്രകൾ പോകാറുണ്ടോ? ഇഷ്ടമാതിരി പോകാറുണ്ട്. ഞാൻ 22 ഓൾ ഇന്ത്യ ചെയ്തത് എൻ്റെ ക്ലബ്ബിലുള്ള 2 ലേഡീസിനെയും കൊണ്ടാണ്. അവരെ കൊണ്ട് ഞാൻ ഉംലിംഗിൾ, അന്നത്തെ ഹയസ്റ്റ് പാസ് എന്ന് പറയുന്നത് ഉംലിംഗിളായിരുന്നു, 19,000 മേളിൽ ഫീറ്റ്. അവർ രണ്ടുപേരെയും കൊണ്ടാണ് ഞാൻ പോയത്. ഈ കന്യാകുമാരി കാശ്മീർ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ എല്ലാ യാത്രയും കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ യാത്രയും ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മുടെ ആരെങ്കിലും മിനിസ്റ്ററോ ആരെങ്കിലും ഫ്ലാഗ് ഓഫ് ചെയ്യും. നേരെ ഞാൻ കന്യാകുമാരി പോവും. പിന്നെ അവിടെ നിന്നായിരിക്കും യാത്ര സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ പറയുകയാണെങ്കിൽ ഇന്നൊന്നും ടൈം കിട്ടത്തില്ല. ഇപ്പൊ കാശ്മീരിലേക്ക് ഒരുപാട് യാത്രക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കുള്ള ഒരു സംഘർഷത്തിൽ അയവ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം എന്ന് പറഞ്ഞ പോലെ കാശ്മീരും സംഘർഷ ഭൂമിയായിരുന്നു. ഇല്ല, നല്ല സ്ഥലമോ, അത് നല്ല സ്ഥലത്തിന്റെ മനോഹാരിത അല്ല ഞാൻ പറയുന്നത്, നല്ല വ്യക്തികളും ഉണ്ട്. പക്ഷേ ഏത് സമയം എന്തെങ്കിലുമൊക്കെ സംഘർഷം ഉണ്ടാകാമെന്നുള്ള ഒരു അനിശ്ചിതത്വം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ യാത്രയിലുടനീളം എപ്പോഴെങ്കിലും വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മോശപ്പെട്ട അനുഭവമില്ല. 2017 ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചിരുന്നു വണ്ടിയുടെ ബാക്കിൽ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറച്ച് മിലിറ്ററീസ് പറഞ്ഞു അതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാമോ എന്ന് ചോദിച്ചു. കാരണം ആഗസ്റ്റ് 15 ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സ് വരാമെന്നുള്ള ഒരു ഇതിൽ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു ഫോൾഡ് ചെയ്ത് വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചു. അങ്ങനെ ഒന്നുമില്ല. എനിക്ക് വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഞാൻ 22 നമ്മുടെ ഇന്ത്യയുടെ മിഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ജബൽപൂരിലെ കരൗണ്ടിയാണ്. അവിടെ പോയിട്ട് ഇതുപോലെ തന്നെ ഇപ്പം ഈ 46 വരെയായിട്ട് പോയ സമയം അതുപോലെ തന്നെ ഒരു 22 വരെയായിട്ട് പോയപ്പോഴും ഞാൻ ജബൽപൂർ ചെന്നിട്ട് മാപ്പ് നോക്കിയപ്പോൾ കേരളത്തിലോട്ട് തിരിച്ചു വരാൻ വീണ്ടും 2500 കൂടുതൽ കിലോമീറ്റർ വേണം. എന്നാൽ അത് ഡൽഹിയിലോട്ട് പോകണമെങ്കിൽ 900 കിലോമീറ്ററുകൾ. അപ്പോൾ ഞാൻ നേരെ ഒരു പ്ലാനും ഇല്ലാതെ ഞാൻ നേരെ ഡൽഹിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചമ്പൽക്കാട് വഴിയാണ് എനിക്ക് മീൻസ് ഹൈവേയിലോട്ട് കയറാൻ പറ്റുള്ളൂ. ജാൻസി പോകണം എനിക്ക് അന്ന്. അപ്പം ഞാൻ രാവിലെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ജ്യൂസും ഒരു സ്നാക്സും കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ ചിന്തയിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഹോട്ടൽ കാണും, അവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ കാട്ടിനകത്തൂടെ പോകുന്നതെന്ന്. ചമ്പലിലൂടെ പോയി കൊള്ളക്കാരെല്ലാം നാട്ടുകാർ പിടിച്ചു നിർത്തി. എന്നെ ഒരു 3.5-4 മണിക്കൂറോളം പിടിച്ചു നിർത്തി. ഞാനൊരു വിശന്ന് സഹിക്കാൻ മേലാഞ്ഞിട്ട് ഞാനൊരു ചോളം കഴിക്കാനായി ഇറങ്ങിയേ. അപ്പൊ അവര് നോക്കിയപ്പം ബുള്ളറ്റ്, പിന്നെ ഫുൾ റൈഡിങ് ഗിയർ, ഹെൽമെറ്റ് ഇതൊക്കെ കണ്ടപ്പോ പോലീസാന്ന് ചോദിച്ചിട്ടാ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. അപ്പൊ ഞാൻ പോലീസല്ല, എത്ര പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കുന്നില്ല. അവസാനം ഒരാൾ വന്നു അവസാനം ആ വില്ലേജിലെ മൊത്തം ആൾക്കാരും വന്ന്. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട്,
പക്ഷെ പുറമേ ഞാൻ ആ പേടി കാണിച്ചില്ല, ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിച്ചു. അവസാനം അവർക്ക് മനസ്സിലായി എന്നെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല. ആ പിന്നെ പോകുന്ന യാത്രക്കിടയിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ബന്ധപ്പെട്ട് വിവരം പറയണ്ട, അങ്ങനെയൊന്നുമില്ല. പോലീസിനെ വിവരം അറിയിക്കണമെന്നൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു ലോങ് റൈഡിൽ? മാക്സിമം ഡേ ടൈമിൽ മാത്രം വണ്ടി ഓടിക്കുക. പിന്നെ അക്കോമഡേഷൻ എവിടെയാന്നുള്ള കണ്ടെത്തി വെച്ചേക്കുക. ഇപ്പം നമുക്കൊരു കിലോമീറ്റർ നമ്മുടെ മൈൻഡിലുണ്ടാവും. ഒരു ദിവസം ചിലപ്പം ചിലർ ഓടിക്കുന്ന 300 ആയിരിക്കും, ചിലർ 400 ഓടിക്കും, ഞാൻ 800 വരെ ഓടിക്കും. അതെനിക്ക് ആ ഡെസ്റ്റിനേഷൻ എത്തണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇല്ല എങ്കിൽ ഇപ്പം എൻ്റെ ഡെസ്റ്റിനേഷൻ, ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ വീട് 450 കിലോമീറ്റർ ആണെങ്കിൽ ഞാനിപ്പോൾ ലൊക്കേഷൻ ഇടുന്നതെന്ന് വെച്ചാൽ സുഹൃത്തിൻ്റെ വീട് വെച്ചിട്ടേ ലൊക്കേഷൻ ഇടത്തുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ എത്താൻ എത്ര ടൈം വേണമെന്നുള്ളത് നേരത്തെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് മോർണിംഗിൽ ഞാൻ ഓടിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബ്രേക്ക് കുറയ്ക്കും. ഇല്ല എനിക്ക് ടൈം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ബ്രേക്ക് എടുക്കും. ഹെൽമെറ്റ് എപ്പോഴും ഉപയോഗിക്കും? ഹെൽമെറ്റ് ഇല്ല, എൻ്റെ ആഭരണം എന്ന് പറയുന്നത് ഹെൽമെറ്റാണ്. ഈ 800 കിലോമീറ്റർ ഓടിക്കാന്ന് പറയുന്നത് ഭയങ്കര ആരോഗ്യപരമായിട്ട് അത് വളരെ കണ്ടിന്യൂസ് ഓടിക്കത്തില്ല, അത്യാവശ്യമാണെങ്കിൽ ഓടിക്കും. ഞാനിപ്പോൾ ലാസ്റ്റ് വന്നത് ഡൽഹിയിൽ നിന്ന്, ഫസ്റ്റ് ഡേ ഡൽഹിയിൽ നിന്ന് ഞാൻ ഝാൻസി, സെക്കൻഡ് ഡേ ഝാൻസിയിൽ നിന്ന് നാഗ്പൂർ, തേർഡ് ഡേ നാഗ്പൂരിൽ നിന്ന് ഹൈദരാബാദ്, ഫോർത്ത് ഡേ ബാംഗ്ലൂർ, ഫിഫ്ത്ത് ഡേ ട്രിവാൻഡ്രം. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. പാസ്പോർട്ടൊന്നും ഇല്ല ഇതുവരെ. ആണോ? പാസ്പോർട്ട് എടുക്കാതെ പോകാൻ പറ്റില്ല? ഇല്ല, ടൈം ആവും. എപ്പോഴാണോ എൻ്റെ ടൈം ആവുന്നത് ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എനിക്കങ്ങനെ, ഞാൻ ഈ ആദ്യത്തെ ബുള്ളറ്റ് ഞാൻ സ്വന്തമാക്കുന്ന എൻ്റെ 20ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ്. ഞാൻ എൻ്റെ നഴ്സറി തുടങ്ങി എൻ്റെ ആഗ്രഹം ഞാൻ 20ാമത്തെ വയസ്സ് വരെ ഞാൻ സൂക്ഷിച്ചിട്ടാണ്. ഞാൻ സ്വന്തം കാലിൽ നിന്നപ്പോഴാണ് ഞാൻ വാങ്ങിയത്. സമയമുണ്ട്, ഞാൻ പോകും. ബുള്ളറ്റ് വാങ്ങിച്ചപ്പോൾ ആരെങ്കിലും ബുള്ളറ്റ് റാണി എന്ന് വിളിച്ചോ? ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ബുള്ളറ്റ് റാണി, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വിളിക്കും. ഞാൻ ക്രിക്കറ്റ് കളി പിന്നെ കേരള ടീമിലൊക്കെ വന്നിട്ട് പിന്നെ നിർത്തിയത് കല്യാണം കഴിച്ചതുകൊണ്ട് ക്രിക്കറ്റ് ഇഷ്ടമല്ല? അങ്ങനെയല്ല, ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ കുട്ടിയൊക്കെ ആയപ്പോൾ നിർത്തേണ്ടി വന്നു. പിന്നെ അങ്ങ് പഠനവും നിർത്തി. ഇപ്പം ഇതുവരെയുള്ള യാത്രയിൽ ഇപ്പോൾ കന്യാകുമാരി ടു കാശ്മീർ, ഇപ്പോൾ ആദി കൈലാസം, അതുപോലുള്ള വേറൊരു, ഇപ്പോൾ സ്പിറ്റി പോയത്, അതുപോലുള്ള വേറെ ഏതെങ്കിലും വളരെ രസകരമായ യാത്ര ഏതാണ്? ഏറ്റവും ഒരു റൈഡർ എന്ന് പറഞ്ഞ് സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നതും ഹിമാചൽ, ഉത്തരാഖണ്ഡ് ആ ഒരു സൈഡാണ്. പക്ഷേ ഈ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ മൊത്തം കവർ ചെയ്തിട്ടില്ല. ഇനി എനിക്ക് കവർ ചെയ്യാനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള വരും റൈഡുകളിൽ കൂടുതൽ ഉത്തരാഖണ്ഡിനെ ആഡ് ചെയ്യാൻ നോക്കും. ഈ ഹിമാചൽ പോലെ തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. ബംഗാളി പോയിട്ടില്ലേ? നേപ്പാളേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും. ബംഗാൾ ഇഷ്ടമല്ല? അങ്ങനെയൊന്നുമില്ല, അവസരം കിട്ടിയാൽ ഞാൻ പോകും. ഇപ്പോൾ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ഒരു പ്രകൃതി ഭംഗിയാണോ അതോ അതിൻ്റെ ചരിത്രപരമായ സാംസ്കാരികമായിട്ടുള്ള ഇതാണോ? എനിക്ക് സാംസ്കാരികം മീൻസ് എനിക്ക് ഈ കൊത്തുപണി അങ്ങനെയുള്ള ഹിസ്റ്ററി ആ ഒരു പാർട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ബംഗാളിൽ പോയിട്ടില്ലേ? ഇല്ല, ഇന്ത്യയുടെ ഒരു വലിയൊരു സാംസ്കാരിക നാട്. വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ എക്സ്പ്ലോർ മൊത്തത്തിൽ ചെയ്തിട്ടില്ല. എല്ലാം ഈ ബാക്കിയൊക്കെ ഉള്ള പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുള്ളതേ ഉള്ളൂ. എനിക്കിനി ഇഷ്ടംപോലെ സ്റ്റേറ്റുകൾ, അത് ഞാൻ ഇപ്പം തന്നെ 40 വയസ്സായി. ഞാൻ ഇപ്പോഴും ഇന്നിങ്ങനെ ആലോചിക്കാറുണ്ട്. അല്ല, പക്ഷേ എനിക്കിനി ഇന്ത്യ മൊത്തവും ഇനി കണ്ടു തീരാനുള്ള ടൈമുണ്ടോ? ഇഷ്ടംമാതിരിയുണ്ട്. ഒന്നും ആയിട്ടില്ല. എൻ്റെ ടൈം ലൈനിലെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യയുടെ രൂപം അതിനകത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഒരു കാൽഭാഗം പോലും പലരും വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇപ്പോഴും ഇരുന്ന് പറയുന്നത് എനിക്ക് അതിനൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഞാൻ കവർ ചെയ്യാൻ ഇഷ്ടമാതിരി സ്ഥലമുണ്ട്. നിരന്തരമായ യാത്രയാണോ ഗ്യാപ്പിട്ടുള്ള യാത്രയാണോ? ഇനി ഞാനൊരു ഏപ്രിൽ വരെ കേരളത്തിൽ കറങ്ങി തിരിഞ്ഞ് ഈ നമ്മുടെ സൗത്ത് ഇന്ത്യ മാത്രം കറങ്ങി നിൽക്കും. എപ്പോഴും യാത്ര തന്നെ ആണ്, അതിന് പ്രശ്നമില്ല. ഇല്ല, എനിക്കങ്ങനെ വീട്ടിലടങ്ങി നിൽക്കും. വീട്ടിലടങ്ങിയിരിക്കാൻ വയ്യ, വീട്ടുകാർക്ക് പ്രശ്നമില്ല. ഇല്ല, പോയി കിട്ടിയാൽ മതി എന്നാണ്. ആയിരിക്കാം. ഇപ്പൊ ഇന്ത്യ മുഴുവൻ ഏറെക്കുറെ ഒരു വട്ടത്തിലധികം സഞ്ചരിച്ചു. ഇന്ത്യ എങ്ങനെ മാറി സൗകര്യങ്ങളുടെ കാര്യത്തിൽ? ശരിക്കും മാറി, നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ റോഡുകളുടെ കണ്ടീഷൻ ആയിരുന്നാലും വ്യക്തികളായിരുന്നാലും എല്ലാം നല്ല രീതിയിലെ മാറ്റങ്ങളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ റോഡ് വരുന്നുണ്ട്. കാരണം ഞാൻ സ്പിറ്റി വാലിൻ്റെ ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ ഫുള്ള് ടാറാണ്. പിന്നെ ഇപ്പോൾ തന്നെ ആദ്യം നമുക്ക് താബോ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്, താബോ അല്ലല്ലോ, കൽപ്പ കഴിഞ്ഞിട്ടുള്ള ഒരു അവിടെ അതിന് തൊട്ടിപ്പുറത്ത് മാത്രമായിരുന്നു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ് കൂടെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ ക്യാരി ചെയ്തുകൊണ്ട് പോകണം 10 ലിറ്റർ വരെ. പിന്നെ നമ്മൾ ഉംലിംഗ്ല എന്നുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെ ഒന്നും റേഞ്ച് ഇല്ല, വാസ്തവം. ഫോണൊന്നുമില്ല, ഭയങ്കര സ്വസ്ഥമാണ്. വീട്ടിൽ വിളിക്കാറില്ലേ? ഇല്ല.
ആഴ്ചയിൽ അങ്ങനെയൊന്നുമില്ല. അവർക്ക് തന്നെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഞാൻ അങ്ങോട്ട് ഫോൺ ഉണ്ടാവും എൻ്റെ കയ്യിൽ. മോനെ പോലും ഞാൻ അങ്ങനെ കുത്തിയിരുന്ന്, അപ്പോൾ സാധാരണ അമ്മമാരെ ഞാൻ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ ചെയ്തെന്ന് കൊച്ചിൻ്റെ അടുത്ത് പറയാം, അവിടെ റൂമെല്ലാം മൊത്തം ഇങ്ങനെ കാണിച്ച്, മീൻസ് ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഞാൻ അങ്ങനത്തെ ശല്യം ഇല്ല, ഒന്നും പറയാം. വേണമെങ്കിൽ പഠിച്ചാൽ മതി, എന്താണോ ഇഷ്ടം അത് ചെയ്യാം, പുറത്തിറങ്ങി നടക്കണമെങ്കിൽ നടക്കാം, ഒന്നിനും ഞാനൊരു റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷേ തെറ്റും ശരിയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഭക്ഷണത്തോട് രണ്ടു നേരം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഈ വൈവിധ്യമാർന്ന രുചികളുള്ള ഭക്ഷണങ്ങൾ നിറഞ്ഞ നാട് കൂടിയാണ് ഇന്ത്യ. അത് ആസ്വദിച്ചിട്ടുണ്ടോ? ഫുഡ് ആസ്വദിക്കും. എല്ലായിടത്തും ചെല്ലുമ്പോൾ അതാത് സ്ഥലത്തെ ഫുഡിനാണ് ഫുഡ് അതേ കഴിക്കത്തുള്ളൂ. അല്ലാതെ എന്താ പറയാനാ, ഇപ്പം വേറെ ഏതെങ്കിലും ഒരു, ഇപ്പം മീറ്റ്, ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കും. വെജായിരിക്കും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ അപകടം ഒഴിവാക്കാൻ എന്താണ് ശ്രദ്ധ? എപ്പോഴും ആക്സിഡന്റ് എന്നുള്ളതൊരു റോഡിലുള്ള ഒരു സംഭവമാണല്ലോ. കെയർ അത് തന്നെ, നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കുക മുമ്പിൽ ആക്സിഡന്റ് ഉണ്ട് എന്ന് നോക്കി തന്നെ ഓടിക്കുക. വലിയ വേഗത്തിൽ ഓടിക്കില്ല, വേഗമൊക്കെ ഓടിക്കും. കേരളത്തിൽ ഓടിക്കില്ലെന്നേ ഉള്ളൂ. ഇതിപ്പോ ഇനി ഇവിടെ ഇരുന്ന് ഞാൻ വേഗം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നെ നോക്കിയിട്ടായിരിക്കും അടുത്ത പോലീസ് വരുന്നത്. കേരളത്തിനകത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് പോകുന്നത് ഇവിടെ നിന്ന് നേരെ കളിയിക്കാനുള്ള ചെന്ന് കഴിഞ്ഞാൽ കേരള ബോർഡർ കഴിഞ്ഞു. പിന്നെ വിടാം. അതുകൊണ്ട് ഇല്ല. ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുന്ന, ഇപ്പൊ ഞാൻ കേരളത്തിനകത്തോട്ടുള്ള യാത്രയൊക്കെ ഒഴിവാക്കി. ഇപ്പം നേരെ കളിയിക്കാവളെ പോയി കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് നാഗർകോവിൽ വരെയുള്ള കുറച്ച് റോഡിൻ്റെ കൺജസ്റ്റഡേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഓപ്പൺ റോഡാണ്. നന്നായിട്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണ്? ഈ മെയ്യിൽ വീണ്ടും ഞാൻ ലഡാക്ക് പോകുന്നുണ്ട്. അതിൻ്റെ മുക്കുമൂലയെന്നായിരിക്കാൻ. അത് കഴിഞ്ഞ് നിർത്തുന്നില്ല. ജൂണിൽ പ്ലാനൊന്നും ആയിട്ടില്ല. ജൂലൈയിൽ മകനെയും കൊണ്ട് ഞാൻ കണ്ട ഹിമാചൽ മൊത്തം ഒന്ന് കാണിക്കണമെന്നുണ്ട്. എന്നിട്ട് അതൊരു ഓൾ ഇന്ത്യ ട്രിപ്പാക്കി മാറ്റും. കാരണം അവന് മെയ്യോടുകൂടെ അവൻ്റെ എക്സാമും അവൻ്റെ ഡിഗ്രി കഴിയും. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു മാസം അവിടെ നിന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് അവന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം അവ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. ബൈക്കിലല്ലെന്നേ ഉള്ളൂ, വണ്ടി ഓടിക്കാൻ അവന് ഇൻട്രസ്റ്റ് ഇല്ല എന്നേ ഉള്ളൂ. ലൈസൻസ് ഒക്കെ ഉണ്ട്, വണ്ടി ഓടിക്കുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ എന്നെപ്പോലെ അങ്ങനെ ഓടിക്കാനോ ഒന്നുമില്ല. എടുക്കാൻ പറയും, വണ്ടി എടുത്തൊന്ന് ഓടിക്കടാന്ന് പറയുമ്പോൾ പറയും അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ മെട്രോയിൽ പൊയ്ക്കോളാം, ഇല്ലെങ്കിൽ ഞാൻ നടന്നു പൊക്കോളാം, ബസ്സിൽ പൊക്കോളാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. അല്ലെങ്കിൽ എൻ്റെ ബാക്കിൽ ഇരുന്നോളൂ. മോട്ടോർ സൈക്കിളിസ്റ്റ് ഡയറി എഴുതും. എഴുതി തുടങ്ങിയോ അതോ ഇനി എഴുതി തുടങ്ങി? അനുഭവങ്ങളാണ് യാത്രകളുടെ. അപ്പോൾ ഇനിയും യാത്രകൾ തുടരട്ടെ. എല്ലാ മംഗളാശംസകളും.